വായിച്ചേ, ഹെബ്രായർ 3:7-8 വായിക്കാമോ? പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നമ്മളിപ്പോൾ ഈ ധ്യാനമൊക്കെ കൂടുന്നു, നമ്മൾ ഒത്തിരി ധ്യാനങ്ങൾ, ഒത്തിരി വചനങ്ങളൊക്കെ കേൾക്കുന്നു. നമുക്ക് പറ്റുന്ന ഒരു അപകടമാണ് ഈ ഹൃദയം കഠിനമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കേട്ടു, ഒന്നും ബലം ചൂടുന്നില്ലെങ്കിൽ ആ വിത്ത് വെറുതെ ആയിപ്പോയി. പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ 1000 വചനങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ഈ ബൈബിൾ മുഴുവനായിട്ട് പകർത്തി എഴുതിയിട്ടുണ്ടാകാം, നിങ്ങൾ നല്ലൊരു സുവിശേഷ പ്രഘോഷകനായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ ഈ വായിക്കുന്ന, നിങ്ങൾ എഴുതുന്ന വചനം ഫലം ചൂടുന്നില്ലെങ്കിൽ അത് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അവസാനം കേട്ട് ആത്മാവ് തഴമ്പിച്ച അവസ്ഥ, ഒരു വചനം പോലും ഉള്ളിലോട്ട് കയറാത്ത അവസ്ഥയിലോട്ട് വരും. ഇതൊരു അപകടമാണ്, ആത്മീയതയിൽ പറ്റിപ്പോകുന്ന ഒരു അപകടം. ഒരു കാലത്ത് നല്ല ശുശ്രൂഷ ചെയ്ത് നടന്നവർ, ഒരു കാലത്ത് വചനമെടുത്ത് നടന്നവർ, പിന്നീട് വചനത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റായ ജീവിതങ്ങളിലേക്ക് പോകാൻ. ഇവിടെയാണ് ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ഉള്ളിലേക്ക് ഈശോ ചൊരിയുന്ന ഓരോ വചനത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവെ അങ്ങയുടെ ജീവജലത്തിൻ്റെ അരുവി ഒഴുക്കി ജീവനില്ലാത്തതിനെല്ലാം ജീവൻ കൊടുക്കണമേ, വാടിപ്പോയതിനെല്ലാം നനയ്ക്കണമേ, മരിച്ചു കിടക്കുന്നതിനെല്ലാം. ഒത്തിരി വചനം കേട്ട് ഇങ്ങനെ ചത്ത് കിടക്കാൻ ജീവൻ പ്രാപിക്കണം, വചനം ജീവൻ പ്രാപിക്കണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ.